വെൽക്കം ബാക്ക്. ഷെബിയാണ്. അപ്പോൾ ഇന്നൊരു യാത്ര വീഡിയോ അല്ല ഇന്ന്. സംഭവം പറഞ്ഞാല് കുറച്ച് മുന്നത്തെ വീഡിയോയില് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാറിന്റെ ഗ്ലാസിനെ പറ്റി. അപ്പൊ അത് ഇന്നലെ ഞാൻ രാത്രി പോയപ്പോ ശരിക്കും ഫേസ് ചെയ്ത് ഞാൻ വണ്ടി നിർത്തേണ്ട ഒരു അവസ്ഥ വരെ വന്നു. അപ്പൊ ഇനി നമുക്ക് കുറെ നീട്ടിക്കൊണ്ടുപോകാൻ ഒരു വലിയൊരു കാര്യമല്ല. അപ്പോ ഇന്ന് നമ്മള് ഷോറൂമിൽ പോവാണ്. ടൊയോട്ടന്റെ ഷോറൂമിൽ പോയിട്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്യണം. അതാണ് ഇപ്പൊ ഇനി വേറെ നിവൃത്തിയില്ല. അപ്പൊ ഒരാഴ്ച വരെ നമ്മളെ വണ്ടി ഇനി നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ യാത്ര വീഡിയോകൾ അയക്കാണ്ട് കുറച്ച് പരിമിതി ഉണ്ടാവും. അല്ലാത്ത വീഡിയോകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. യാത്രാ വീഡിയോ ഉണ്ടാവും. വണ്ടിയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും യാത്ര ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് ഗ്ലാസിന്റെ തീരെ പറ്റില്ല. നമ്മള് കുറെ പോളിഷ് ചെയ്ത് നോക്കിയാണ്, അങ്ങനെ കുറെ ചെയ്ത് നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാല് ഗ്ലാസ്സിൽ വാട്ടർ സ്പോട്ടും അതേമാതിരി ഈ കുറെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായതുകൊണ്ട് തീരെ നടക്കണില്ല. അതായത് വൈപ്പർ ജെർക്കായി പോവാണ്. അപ്പൊ ഇനി ഇത് ഗ്ലാസ് മാറ്റാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി വേറെ വഴിയില്ല. അപ്പൊ ഇനി ഗ്ലാസ് മാറ്റുക, അതല്ലാതെ ഇനി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെയാണ്. ഇതിപ്പോ എന്താ സംഭവിച്ചാല് കുറെ മുന്നേ നമ്മള് ഒന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു അവസ്ഥ വന്നപ്പോ ആ ഒരു പോളിഷ് ചെയ്തപ്പോ ആകെ സ്ക്രാച്ച് ആവുകയാണ് ചെയ്തത്. അപ്പൊ ഇനി സൈഡത്തെ ഗ്ലാസും ഫ്രണ്ടത്തെ ഗ്ലാസും, സൈഡിലുള്ള ഈ ഒരു 4 ഗ്ലാസും ഫ്രണ്ടിലുള്ള ഗ്ലാസും അവിടെ മാറ്റണം. ബാക്കത്തെ ഗ്ലാസ് വലിയ ഇഷ്യൂ ഇല്ല, അപ്പൊ അതവിടെ നിന്നോട്ടെ. പിന്നെ സൈഡിൽ കുറെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഏകദേശം എന്തായാലും ഒരാഴ്ചത്തോളം വണ്ടി നമ്മളെ കയ്യിൽ ഉണ്ടാവൂല. നമ്മൾ യാത്രക്ക് ചെറിയൊരു പരിമിതി ഉണ്ടാവും, ഒരാഴ്ച വരെ കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് സാധാ പോലെ നമുക്ക് യാത്രയൊക്കെ ചെയ്യാം. പിന്നെ അറിയാലോ, നമുക്ക് മഴക്കാലാണ്. കുറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ട്. കുറെ സ്ഥലത്തേക്ക് ഇപ്പൊ പോവാൻ ഇതില് പെർമിഷൻ ഇല്ല. അങ്ങനെ കുറെയൊക്കെ ഇഷ്യൂ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു യാത്ര നമുക്ക് പോകണം. പിന്നെ കുറെ പണിയുണ്ട്. നമുക്ക് ടയർ മാറ്റണം, അതേമാതിരി ഇനി ഗ്ലാസ് റെഡിയാക്കാനുണ്ട്. ഒക്കെ ഏകദേശം കഴിയട്ടെ. എന്നാ പിന്നെ നമുക്ക് ഷോറൂമിൽ പോയിട്ട് വണ്ടി കൊടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ചു പോരാം. പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് മഹീന്ദ്രന്റെ ഷോറൂമിൽ കയറണം. നമുക്കൊരു വണ്ടി നോക്കി വെക്കണം. ഉറപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് മഹീന്ദ്രന്റെ ഷോറൂമിൽ ഒന്ന് കയറണം പറ്റുകയാണെങ്കിൽ. അപ്പോ ഏതായാലും നമുക്ക് പോയി നോക്കാം. ടൊയോട്ടന്റെ ഷോറൂമിലാണ്. മൊത്തത്തിൽ ഇനി സർവീസ് ചെയ്തില്ലേ കുറച്ച് ദിവസത്തിന് ശേഷം കാണഞ്ഞ്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഇനി കാണഞ്ഞ് നമ്മൾ ഗ്ലാസ് ഒക്കെ മാറ്റി. കുറെ സൈഡിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ അതൊന്ന് റെഡിയാക്കണം. അപ്പൊ കുറച്ച് ദിവസത്തിന് നമ്മൾ യാത്രകൾക്കൊന്നും പരിമിതി ഉണ്ടാവും. നമ്മളങ്ങനെ വണ്ടി കൊടുത്തു. ചിലപ്പോഴേ ഗ്ലാസ് മാറ്റേണ്ടി വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കണം. പിന്നെ സൈഡിൽ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്, അതൊന്ന് റെഡിയാക്കണം. പിന്നെ പത്താ പിന്നെ ക്ലച്ചിന്റെ അവിടെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. ചില സമയത്ത് നമുക്ക് റിവേഴ്സ് ഇടാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അങ്ങനെ കുറച്ച് ചെറിയ പരിപാടികൾ മാത്രമാണ് പിന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ പാടെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഷോറൂമിൽ പോയി. ഇപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് എന്തോ മാതിരി. അപ്പം നമ്മളെ യാത്രകൾ ചിലപ്പോൾ പോവും. വണ്ടിയൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് അങ്ങനെ തരാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതേമാതിരി സൈഡിലൊക്കെ കുറെ പെയിന്റ് ഒഴിക്കാണ്ട്, അങ്ങനെയൊക്കെ കുറെ സ്ക്രാച്ചസ് കുറെ ഉണ്ട്. നമ്മൾ കൈയിനോണ്ട് ഈ ചെറിയതൊക്കെ നമ്മൾ അവിടെ നിന്നോട്ടെ, മൈനോട്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്നോട്ടേക്കാം. ഈ വലിയ സംഭവങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, കാണാൻ ചോർക്കുണ്ടാവില്ല. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടേന്ന് വെച്ചാൽ മതി. പക്ഷെ വലുതുണ്ടാവും, നമ്മൾ പൊട്ടേന്ന് വെക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്തായാലും ഇതിന്റെ കൂടെ അതും കൂടി നടക്കട്ടെ എന്ന് കരുതിയാണ്ട് നമ്മളങ്ങനെ കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അത് വണ്ടി കറങ്ങിയതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് കുറച്ച് ടയർ മാറ്റണം. ടയർ ഏകദേശമൊക്കെ കഴിയാനായിക്കണ്. 4 ടയർ മാറ്റിയിട്ട് നല്ല അടിപൊളി ടയർ ഇടണം.
അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല യാത്രകൾ നമ്മൾ തുടങ്ങും. പിന്നെന്താ പറഞ്ഞാൽ മാക്സിമം നമ്മൾ 2 ദിവസം മാത്രമേ നമ്മൾ യാത്ര ചെയ്യലുള്ളൂ. സാധാരണ നമ്മൾ വീഡിയോയിൽ കണ്ടറിയാം. അത് വേറൊന്നുമല്ല, ഞാൻ മൊബൈൽ ഷോപ്പിൽ നിൽക്കുന്നത്. നമുക്കവിടുന്ന് ലീവ് കിട്ടിയാലേ പിന്നെ നമുക്ക് ഈ ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് പോയി കണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ. മറ്റേ സാധാരണ നമ്മൾ വലിയ ലോങ് പോയി കണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല, നമുക്ക് ലീവ് കിട്ടാത്തതുകൊണ്ടാണ്. ലീവ് കിട്ടിക്കഴിയണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് പോവുകയൊക്കെ ചെയ്യാം. നമ്മൾ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഇതൊക്കെ വേണ്ടേ, അപ്പോൾ നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം വേണ്ടേ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, ഷോപ്പ് നിൽക്കും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഞായറാഴ്ചയാണ് പൊതുവെ നമുക്ക് ലീവ് കിട്ടാറുള്ളത്. ആ ഞായറാഴ്ച നമ്മൾ ഒടുക്കയിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോകും എന്നല്ലാതെ നമ്മൾ വെറുതെ ലീവ് എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് പോകാനും കുറച്ചൊക്കെ പൈസ ഒക്കെ വേണ്ടേ. പിന്നെ അതിനകത്ത് നമുക്ക് തരീക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അതിന് വേണം. അപ്പം പിന്നെ ഷോപ്പിൽ നമ്മൾ ലീവ് എടുക്കാതൊക്കെയാണ് പൊതുവെ നല്ലത്. അപ്പം അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ മഹീന്ദ്ര ഷോറൂമിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം പറഞ്ഞാൽ ഒരു രസമുണ്ട്. നമ്മളവിടുന്ന് കാറൊക്കെ എല്ലാ കേടുപാടുകളും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയതോട് കൂടി ഭയങ്കര മഴയാണ്. അപ്പം മഴ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതുവരെ പോകാന്നുള്ളത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമുക്ക് കാർ കിട്ടണമെന്ന് വേണമെങ്കിൽ എനിക്ക് ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ഷോറൂമൊക്കെ ഒന്ന് സന്ദർശിച്ച് വണ്ടിയൊക്കെ നോക്കിയാണ്ട് പോരാ. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പോകാഞ്ഞെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് മഴ ആകുമ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറേ നേരം നിൽക്കണം. പിന്നെ അടുത്ത ബസ് കിട്ടിയിട്ട് ഇവിടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേറൊക്കെ നല്ലത് നമുക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പേടിച്ചാലല്ലോ, നമുക്ക് അങ്ങനെ പോകുന്ന പോരാ. അപ്പം ഇനി വണ്ടി കിട്ടണമെന്ന് നമ്മൾ മഹീന്ദ്ര ഷോറൂമിലൊന്ന് പോവും. വെറുതെ നോക്കുള്ളൂ കേട്ടോ, നമ്മൾ അപ്പം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് പോരുന്നല്ല, വെറുതെ നോക്കുള്ളൂ. പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മളൊരു വണ്ടി എടുക്കും. എല്ലാം സെറ്റപ്പ് ആകട്ടെ. നമുക്ക് ഇപ്പോഴുള്ള ജോലിയും അതേമാതിരി നമ്മൾ ഈ ഒരു വീഡിയോ ഇടലും ഒക്കെ പാടായി കണ്ട് ഏകദേശം എല്ലാം കൂടി ഒക്കെ ഒന്ന് ഉഷാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കണം. ഒരുപാട് യാത്രകൾ പോകണം, നല്ല നല്ല വീഡിയോകൾ നമുക്ക് എടുക്കണം എന്നൊക്കെ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ശരി, നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.